ഫോൺ വിളിക്കണം. ഫോൺ എടുത്ത് അവരെ വിളിക്കാൻ. ഞാൻ നിന്നെ കാണുന്ന ദിവസം നിന്റെ അവസാനമായിരിക്കും. കൊല്ലടാ പട്ടിയെ. ഞാൻ നിന്നെ വിശ്വസിച്ചു, നീ എന്നെ ചതിച്ചല്ലേ? ചന്ദ്ര പ്ലീസ്, ഒരു മിനിറ്റ് ഞാൻ പറയുന്നത് കേൾക്ക്. പറഞ്ഞതൊക്കെ മതിയടാ. ഇതുപോലും ചീറ്റിംഗ് അല്ലടാ. ചന്ദ്ര ഞാൻ പറയട്ടെ. ചന്ദ്ര 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 നിന്റെ പണം. പണം? ഈ പണം നിന്റെയാ. വംശം ഉണ്ടെങ്കിൽ എന്റെ നോക്ക്. ഇതെങ്ങനെ നിനക്ക്? നിന്റെ പണമാ. എന്റെ അച്ഛൻ പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. നിന്റെ അച്ഛനോ? അതെ, നിന്റെ അമ്മ എന്റെ അച്ഛനോട് പറഞ്ഞു, എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞു. എന്താ? ഇവന്റെ അമ്മ നിന്റെ അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛനത് നിന്നോട് പറഞ്ഞെന്നോ? അതെ അച്ഛാ. ഡിജയും എന്നെ പോലെ അവന്റെ അച്ഛനോട് സംസാരിക്കും. ആ പണം കൊണ്ടുവരുന്ന റിസ്ക് ആണ്. എന്റെ മോനെ സഹായിക്കണമെന്ന് ആന്റി പറഞ്ഞു. അതെയോ? ആന്റിയാ? അച്ഛാ, അമ്മയുടെ കാര്യമാ. നിങ്ങക്ക് എന്താ പറഞ്ഞ മനസ്സിലാവൂലേ? ഡിജെ, അങ്കിളിനോട് താങ്ക്സ് പറയൂ. അങ്കിളാ? ഇവന്റെ ഫാദർ ആണ് അച്ഛാ. സോറി ഡിജെ, എന്റെ അച്ഛന് കൺഫ്യൂഷൻ ആയതാ. എനിക്കാ? എനിക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല. നിന്റെ കിറുക്ക് മുതലെടുത്ത് ഇവൻ നിന്നെ പറ്റിച്ചോണ്ടിരിക്കുക. ഹലോ, എന്താ സാർ എന്താ ഈ പറയുന്നത്? പറ്റിക്കാനായിരുന്നെങ്കിൽ ഞാൻ ഈ പണം കൊണ്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ? ശരിയല്ലേ? പറ്റിക്കാനായിരുന്നെങ്കിൽ അവൻ ഈ പണം ഇങ്ങോട്ട് കൊണ്ടുവരാമായിരുന്നു. അതോ? ഇവൻ ഇവിടെ ഉള്ളതുകൊണ്ട്, ഇവൻ ഇവിടെ ഉള്ളത് കൊണ്ട് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകാൻ അവൻ വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ആരാ സാർ ഇയാള്? ഇവനെ ഇയാളെ ഞാൻ എന്തിനാ രക്ഷിക്കുന്നത്? അതിന് ഇയാൾ എനിക്ക് ആരാ? ഇവനെ നിനക്കറിയില്ലേ? ഇല്ല, അറിയില്ല. എങ്കിൽ ഞാൻ ഇവനെ അങ്ങ് കൊന്നേക്കട്ടെ. നോക്ക്, മുഖം ഉടനെ അങ്ങ് മാറിയത് കണ്ടില്ലേ? മുഖത്തിന്റെ ഭാവം മാറി. നോക്ക് മിസ്റ്റർ ഡിജെ, ഞാൻ ഇവനെ കൊല്ലാൻ പോവാ. ആ കൊന്നേക്ക്. വേഗില് കൊല്ലവനെ. കൊല്ല്. കൊല്ലവനെ. അച്ഛാ, എന്താ ആന്റി? അയ്യോ, എപ്പോഴാ? അമ്മയ്ക്ക് എന്ത് പറ്റി? ഇപ്പോഴാണോ ഇതൊക്കെ പറയുന്നത്? അമ്മയ്ക്ക് എന്ത് പറ്റി? അമ്മ സേഫ് അല്ലേ? 10-20 വർഷം മുമ്പ് ചത്തുപോയ അവളോട് സംസാരിക്കാൻ ഭ്രാന്താണോടാ നിനക്ക്? അച്ഛാ, ഇത് ഇവരുടെ ഫാമിലി മാറ്റർ അച്ഛാ. ഞാൻ എങ്ങനെയാ പറയുന്നത്? ശരിക്കും ആന്റിയെ കൊന്നയാൾ ഇവിടെ ഉള്ളപ്പോ എവിടെ നിന്ന് വന്ന ഈ പാവത്തിനെ കൊല്ലുന്ന എന്തിനാണെന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു നിന്റെ അമ്മ. ശരിക്കും ആരാ എന്റെ അമ്മയെ കൊന്നത്? പറയാൻ. നിന്റെ അച്ഛൻ. ഞാനോ? കണ്ടില്ലടാ, ഇവൻ ഇങ്ങനെയൊക്കെ തന്നെ കളിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നടാ. സത്യം പറയച്ചാ, അമ്മയെ എന്തിനാ കൊന്നത്? ഞാൻ എന്തിനാടാ കൊല്ലുന്നത്? നിന്റെ അമ്മയെന്ന് വെച്ചാൽ എനിക്ക് എത്രക്ക് ഭ്രാന്താന്ന് പറഞ്ഞല്ലോ. അത്രയ്ക്ക് സ്നേഹം ഉണ്ടെങ്കിൽ എല്ലാ ബിസിനസ്സിലും നായിഡു വെഞ്ചേഴ്സ്, നായിഡു കൺസ്ട്രക്ഷൻ, നായിഡു സിമെന്റ്സ്, എല്ലാത്തിലും നായിഡു എന്നല്ലാതെ പൊന്നമ്മയുടെ പേര് വെക്കാതിരുന്ന എന്താ? പൊന്നമ്മ കൺസ്ട്രക്ഷൻ, പൊന്നമ്മ വെഞ്ചേഴ്സ്, പൊന്നമ്മയുടെ പേര് വെക്കാതെ ചോദിക്കച്ചനോട്. അമ്മയുടെ പേരിടാതിരുന്നത് എന്താ? പൊന്നമ്മ എന്ന പേര് വെച്ചൊരു ബിസിനസ് കണ്ടോ, പൊന്നമ്മയുടെ പേര് പോലും ഇഷ്ടമല്ലാത്ത മനുഷ്യനെയാള്. പൊന്നമ്മയുടെ പേര് പോലും ഇഷ്ടമല്ല. അച്ഛാ, പൊന്നമ്മ എന്ന പേര് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ അച്ഛാ? എടാ മോനെ, നിന്റെ അമ്മ എനിക്ക് ജീവനാടാ. അതുകൊണ്ടല്ലേ അവള് മരിച്ചിട്ട് ഇത്രയും കാലമായിട്ട് ഞാൻ വേറൊരു കല്യാണം പോലും കഴിക്കാം. അത്രയ്ക്ക് സ്നേഹം ഉണ്ടെങ്കിൽ അമ്മ മരിച്ചപ്പോ കൂടെ പോകാതെ ഇത്രയും കാലം ഒറ്റയ്ക്ക് ജീവിച്ചെന്താ? എന്താ നീ പറയുന്നത്? ഭ്രാന്താണോ നിനക്ക്? അച്ഛനെ കൊല്ലാനാണോ പറഞ്ഞത്? അമ്മയെ അച്ഛനെ ഒന്നിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. എന്നിട്ട് എന്നെ കൊന്നോ?
എക്സ്ട്രോർഡിനറി ഫാന്റാസ്റ്റിക് മൈൻഡ് ബ്ലോയിങ് സർ. അമ്മ വിഷമിക്കേണ്ട, അച്ഛൻ ഉടനെ അങ്ങ് വരും. ചന്ദ്ര, എന്തായാലും നിന്റെ അച്ഛനല്ലേ, ഞാൻ നോക്കിക്കോളാം. ദീപിക്കാം. DJ അഥവാ ധ്രുവരാജ് ജഗന്നാഥൻ, ഞാൻ പറഞ്ഞിരുന്നല്ലേ നിന്നെ ഞാൻ കാണുന്ന ദിവസം നിന്റെ അവസാനമായിരിക്കും. അമ്മേ, അച്ഛനിപ്പോ വരും. ഭ്രാന്ത. നിന്റെ കഥയ്ക്ക് എന്റെ ഹാ എൻഡസ്യ എൻഡോപ്യ.